ിൽ ഇന്ന് നമ്മളുടെ അതിഥി ഒരു MLA ആണ്. കേരള നിയമസഭയിലെ ചെറുപ്പക്കാരനായ MLA ഹൈബി ഈഡനും ഭാര്യ അന്നയും. സ്വാഗതം ഇരുവർക്കും. എങ്ങനെ പോകുന്നു ഓണാഘോഷം? ഓണാഘോഷത്തിന് സമയം കിട്ടിയിട്ടില്ല. കാരണം ഘോഷയാത്രകളും മറ്റ് ക്ലബ്ബുകളുടെയും സാംസ്കാരിക സംഘടനകളുടെയൊക്കെ പരിപാടിയായിട്ട് നടക്കുകയാണ്. ഉച്ചയ്ക്ക് ഊണ് കഴിക്കുക, സദ്യ കഴിക്കുക, ഭാര്യ ഉണ്ടാക്കിയ സദ്യ കഴിക്കുക എന്നുള്ളതാണ് പേഴ്സണലായിട്ടുള്ള ഓണാഘോഷം. സദ്യ ഉണ്ടാക്കാനൊക്കെ അറിയോ? പിന്നെ എത്ര റെസിപ്പി ബുക്സ് ഉണ്ട്, ഇന്റർനെറ്റിൽ നോക്കിയ റെസിപ്പീസ് കിട്ടും. സദ്യ എപ്പോഴും ഞാൻ തന്നെ ഉണ്ടാക്കാറ്, ഒന്നും വാങ്ങാറില്ല. കൂട്ടൊന്നും തെറ്റാറില്ല? ഇല്ല. പിന്നെ എല്ലാം നമ്മളല്ലേ കഴിക്കുള്ളൂ, പുറത്തുനിന്ന് ആരും ഇല്ലല്ലോ. ഹൈബി വീട്ടിൽ നിന്ന് തന്നെയാണ് ഭക്ഷണം കഴിക്കാറ് കൂടുതൽ? അതെ. എത്ര തിരക്കുണ്ടെങ്കിലും ലഞ്ച് കഴിക്കാൻ വീട്ടിൽ വരും. വീട്ടിൽ വരാത്ത ദിവസം അധികവും കഴിക്കാറില്ല. പിന്നെ അത്രയും വേണ്ടപ്പെട്ടവരുടെ കല്യാണം അങ്ങനത്തെയൊക്കെ കഴിക്കാൻ ഒട്ടും ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളത് മാത്രമേ കഴിക്കാറുള്ളൂ. പ്രായം വലിയ കൂടുതലൊന്നുമില്ല, പക്ഷേ എങ്കിൽ പോലും രാഷ്ട്രീയത്തിൽ നിന്നും ജനപ്രതിനിധിയിലേക്ക് മാറിയ ഒരു ഘട്ടത്തിലാണ്. ഇനിയും ഒരുപാട് കാലമുണ്ട്. രാഷ്ട്രീയക്കാരൻ്റെ ഓണവും ജനപ്രതിനിധിയുടെ ഓണവും തമ്മിൽ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട്? എന്ത് വ്യത്യാസം വരാറ്? ഒരു ജനപ്രതിനിധിയാവുമ്പോൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ കുറേ കൂടി ഗൗരവത്തോടു കൂടി ചെയ്യണം. പ്രോഗ്രാംസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇടപെടലുകളാണെങ്കിലും എല്ലാം കുറേ കൂടി ഉത്തരവാദിത്വം നിറഞ്ഞതാണ്. മറ്റേത് നമുക്ക് എന്തൊഴിവുകളും നമുക്ക് പറയാൻ സാധിക്കും. ഇത് നമുക്ക് എക്സ്ക്യൂസസ് പറയാൻ സാധിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓണത്തിൻ്റെ അന്നും നമുക്ക് പ്രോഗ്രാംസായിട്ടും മറ്റ് ചടങ്ങുകളായിട്ടും പിന്നെ ആൾക്കാരെ കാണുന്നതാണെങ്കിലും എല്ലാം ഈ ദിവസങ്ങളിൽ നടക്കും. ഹൈബി ഇങ്ങനെ ചെറുപ്പക്കാരനായി പ്രസരിപ്പോടുകൂടി നാട്ടുകാരെ കാണുമ്പോൾ മറ്റൊരു കുടുംബകാരുണ്ട്. 4ാമത്തെ വയസ്സിൽ അമ്മ മരിച്ചു, 20ാമത്തെ വയസ്സിൽ അച്ഛൻ നഷ്ടപ്പെട്ടു. ഇവരൊന്നും ഇല്ലാത്ത ആഘോഷം, ഇവരൊന്നും ഇല്ലാത്തൊരു വീട്, അത്തരം ആ കാലത്തൊരു ജനപ്രതിനിധിയാകുന്നു. ഇതൊക്കെ ഓർക്കുമ്പോൾ എന്താ തോന്നുന്ന വികാരം? എൻ്റെ ജീവിതം എപ്പോഴും ഒരു ട്രാൻസിഷൻ ഫേസ്, എപ്പോഴും കുറേ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. വല്ലാത്തൊരു ഇൻഡിസിപ്ലിൻഡ് ആയിരുന്നു എൻ്റെ ജീവിതം. ഭക്ഷണം, ഉറക്കം, യാത്ര ഇതൊന്നും കൃത്യമല്ലായിരുന്നു. എല്ലാം NSUI ഓൾ ഇന്ത്യ പ്രസിഡന്റ് കൂടി ആയതുകൊണ്ട് എല്ലായിടത്തും ഇന്ത്യയിൽ യാത്ര ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. അപ്പോൾ വീടാകെ ഒരു 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 എന്താ പറയുക, ഒരു ബാച്ചിലേഴ്സ് വീട് പോലെ തന്നെയായിരുന്നു. എല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുകയായിരുന്നു. പക്ഷെ ആൾ വന്നതിന് ശേഷമാണ് ഒരു അടുക്കും ചിട്ടയും അതിലുണ്ടായത്. എൻ്റെ ഭക്ഷണം ക്രമമായതും എൻ്റെ ബാക്കിയുള്ള ഷെഡ്യൂളൊക്കെ ശരിയായതും ഈ വീട് ഇപ്പോൾ കാണുന്ന രീതിയിലായത് എല്ലാം പുള്ളിക്കാരത്തി വന്നു. ഡിസിപ്ലിൻ പഠിപ്പിക്കുന്നത് തന്നെയാണ്. ഇല്ല, ഇപ്പോൾ കുറേ ഡിസിപ്ലിൻഡ് ആയി. ഇല്ലെങ്കിൽ ഞാൻ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്യും. ഞാൻ എത്ര കഷ്ടപ്പെട്ട് ഇതൊക്കെ നീറ്റാക്കി, അപ്പോൾ ഒന്ന് എന്നെ ഹെൽപ്പ് ചെയ്തുകൂടെ, എടുത്ത സാധനം തിരിച്ചൊന്ന് വെച്ചുകൂടെ, അത് മാത്രം ചെയ്താൽ പോരെ, അങ്ങനെയൊക്കെ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്യുമ്പോൾ പിന്നെ ചെയ്തോളൂ. അതൊക്കെ സ്വയം ഏറ്റെടുക്കാനും സന്നദ്ധമാകുന്നുണ്ട്. അതെ. അപ്പോൾ ഓരോ ഘട്ടങ്ങളിൽ വന്നു. അപ്പോൾ ഫാദർ ചിലപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു എന്താ പറയുക, ഒരു പ്രൊഫഷണൽ പോളിറ്റിക്സ് അല്ലെങ്കിൽ ഒരു സജീവമായ രാഷ്ട്രീയത്തിലേക്ക്, അല്ലെങ്കിൽ മുഴുവൻ സമയം പൊതുപ്രവർത്തകനായ, ചിലപ്പോൾ കോളേജിലുണ്ടായിരുന്നെങ്കിലും കോളേജിൽ ചെയർമാനും ജനറൽ സെക്രട്ടറിയൊക്കെ ആയിരുന്നു, കൗൺസിലറായിരുന്നു. പക്ഷേ പിന്നീടുള്ളത് കുറേ കൂടി സീരിയസ് ആയിട്ടുള്ള ക്യാമ്പസിന് പുറത്ത് ജില്ലാ പ്രസിഡൻ്റായി, സംസ്ഥാന പ്രസിഡൻ്റായി, അഖിലേന്ത്യാ പ്രസിഡൻ്റായപ്പോൾ ആ ഫേസ് മാറി. വിവിധ ഘട്ടങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള ഘട്ടം എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും മോളും ഞങ്ങളുടെ കുറച്ച് സുഹൃത്തുക്കളും പിന്നെ ഇവിടെ വരുന്ന ആളുകളുമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ ദേശീയ പ്രസിഡൻ്റായിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഒട്ടനവധി സംസ്ഥാനങ്ങളിൽ പോയിട്ടുണ്ടാവും, വിവിധ ആഘോഷങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടാവും, അവിടെയൊക്കെ സുഹൃത്തുക്കളും ഉണ്ടാവും. അതൊക്കെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ ഉത്സവങ്ങളെക്കുറിച്ച് അഭിമാനം തോന്നാറുണ്ടോ? നോർത്ത് ഇന്ത്യയിലെ വ്യത്യസ്തങ്ങളായിരുന്ന ഒരുപാട് ഫെസ്റ്റിവലിൽ എനിക്ക് ഭാഗമാകാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ഭക്ഷണം, അവരുടെ മറ്റ് വസ്ത്രധാരണ എല്ലാം വ്യത്യസ്തമാണ്. പക്ഷേ ഇവിടെയാണെങ്കിലും ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഓണത്തിൻ്റെ അന്ന് മലയാളികളുടെ സദ്യ ഉണ്ടാവും. ഓണത്തിൻ്റെ അന്ന് സെറ്റ് സാരി കൊടുത്തും മുണ്ടെടുത്തും ആളുകൾ പോകുന്നത് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ അവരുടെ ഒരു കൂട്ടായ്മ, ചെറിയ ക്ലബ്ബായിരിക്കും, ചെറിയ മലയാളി അസോസിയേഷൻ ആയിരിക്കും. കേരളത്തിന് പുറത്തേക്കൊക്കെ ആഘോഷങ്ങളിലൊക്കെ കൊണ്ടുപോകാറുണ്ടാവും? കല്യാണത്തിന് ശേഷം അങ്ങനെ ആഘോഷ സമയത്ത് നമ്മൾ എവിടെയും ട്രാവൽ ചെയ്തിട്ടില്ല. ലൈക്ക് പുറത്ത് വേറെ സ്റ്റേറ്റുകളിൽ. ഞാൻ പഠിച്ചത് പാനിപ്പറ്റിലായിരുന്നു. അപ്പോൾ എല്ലാ സെമസ്റ്ററും ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് എല്ലാവരും കൂടിയിട്ട് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ പോകുമ്പോൾ, അതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റ്സിലും പോയിട്ടുണ്ട്. പിന്നെ അവിടെയും ഇതുപോലെ ദിവാലി, ഹോളി ഒക്കെ ഞാൻ കോളേജ് പഠിച്ച അവിടെ ആയതുകൊണ്ട് സെലിബ്രേഷൻസ് എല്ലാവരും ഇപ്പോൾ പല സ്റ്റേറ്റിലുള്ള കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഓരോ ആഘോഷം ഞങ്ങൾ കോളേജിൽ സെലിബ്രേറ്റ് ചെയ്യും, പുറത്തേക്ക് ഇറങ്ങാൻ പോകും. കേരള നിയമസഭയിൽ ഈ ടേമിൽ വലിയ പ്രത്യേകതകളുണ്ട്. ചെറുപ്പക്കാരുടെ ഒരു വലിയ കൂട്ടം ഉണ്ട്, ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമൊക്കെ. പ്രത്യേകിച്ച് കോൺഗ്രസ്സിൽ കുറച്ചേറെ ചെറുപ്പക്കാരുണ്ട്.
അപ്പോൾ അവരെല്ലാം കൂട്ടായി ന്യൂ ജനറേഷൻ MLA മാർ, ജനപ്രതിനിധികൾ എന്നൊക്കെ പറയാറുണ്ട്. ഓണത്തെയും അങ്ങനെയൊക്കെ സാധാരണ ആളുകൾ വിശേഷിപ്പിക്കുന്നു ഇപ്പോൾ ഇക്കാലത്ത്. ഇതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞങ്ങൾ കൂട്ടമായി കൂടുമ്പോൾ ഉണ്ടാക്കുന്ന കുഴപ്പം സ്പീക്കർ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പരാമർശിച്ചിരുന്നു. എന്ന് പറഞ്ഞതുപോലെ ചെറിയ ചെറിയ കുഴപ്പങ്ങൾ നമുക്ക് പറയാം പുതിയ ഓണാഘോഷങ്ങൾക്കും. അതിൽ കാലോചിതമായ മാറ്റം ഓണത്തിന് എല്ലാ മേഖലയിലുള്ള പോലെ ഉണ്ടായിട്ടുണ്ട്. കുടുംബ കൂട്ടായ്മകൾ പണ്ടത്തെ പോലെ ഇപ്പോൾ ഇല്ല. എന്നാൽ ഓണം നന്നായിട്ട് തന്നെയാണ് ആഘോഷിക്കുന്നത്. ഓണം ആഘോഷിക്കാൻ എല്ലാ രീതിയിലുള്ള എഫേർട്ട് എല്ലാവരും എടുക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ ആൾക്കാർ പഴയ രീതിയിൽ നിന്ന് മാറി ഇപ്പോൾ ഹസ്ബൻഡും വൈഫും വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർ ചിലപ്പോൾ കുറച്ച് സമയം ഒരുമിച്ച് ചിലവഴിക്കാൻ അവർ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി അധികം സമയം ചിലവഴിക്കാറില്ല. എറണാകുളത്താണെങ്കിൽ എല്ലാവരും പല സ്ഥലങ്ങളിലും പോയി ഭക്ഷണം ഓർഡർ ചെയ്ത് വീട്ടിൽ വരുത്തി കഴിക്കുക, അതിന് മെനക്കെടാറില്ല എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. പക്ഷെ അല്ലാതെ എനിക്ക് തോന്നുന്നു ഓണം നന്നായിട്ട് തന്നെ ആഘോഷിക്കാറുണ്ട്. ഫ്രണ്ട്സ് ഒത്ത് ആഘോഷിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ മാറ്റങ്ങൾ കാലഘട്ടത്തിൻ്റെ ആവശ്യമല്ല, അതിനനുസരിച്ച് ഓണത്തിനും മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. സമാനമായൊരു ചോദ്യം അന്നയോട് ചോദിച്ചിട്ട്, നിയമസഭയിലെ കാര്യം പറഞ്ഞ പോലെ തന്നെ എൻ്റെ മുന്നിൽ ഇപ്പോൾ ഖദറൊക്കെ ഇട്ട് ഹൈപ്പിയിരിക്കുന്നെങ്കിലും നിയമസഭയിൽ ഡ്രസ് കോഡൊക്കെ പലപ്പോഴും മാറ്റി വരുന്നത് ഞാനത് ഷൈജുവിൻ്റെ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ വേഷം മാറാൻ, ഷൈജുവിൻ്റെ ഒരു അടി തരണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ സാധാരണ ഇങ്ങനെയല്ല ഇടാം. അപ്പം ഈ ഇങ്ങനെ ഇവരുടെയൊക്കെ ഡ്രസ് കോഡ് മാറ്റുന്നതിൽ ഭാര്യമാർക്ക് പങ്കുണ്ടോ എന്നൊരു സംശയം ആളുകൾക്കുണ്ട്. ശരി, പിന്നെ ഇല്ലേ, നമ്മളാണ് ഇവരുടെ വൈറ്റ് ആൻഡ് വൈറ്റ് ആകുമ്പോൾ നമുക്ക് ഖാദി പോയി മേടിച്ചാൽ മതി. അതല്ല അതിലെ ഡ്രസ്സെല്ലാം പോയി മേടിക്കണൊക്കെ നമ്മുടെ ജോലിയല്ലേ. ഇവർക്ക് എപ്പോഴും നമ്മൾ ഒരുമിച്ച് പോയി മേടിക്കാറുണ്ട്. പക്ഷേ കുർത്തയൊക്കെ ആകുമ്പോൾ എല്ലാ സമയവും ഇവർക്ക് പോയി മേടിക്കാൻ സമയം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ പോയി എടുക്കും. എല്ലാം കഴുകി സ്റ്റാർച്ച് ചെയ്ത് തേച്ച് മടക്കി പെട്ടിയിൽ വെച്ച് കൊടുത്തു വിടുമ്പോൾ എന്നിട്ട് പോകുന്നു. ഇപ്രാവശ്യത്തെ ഓണത്തിൻ്റെ പ്രധാന പരിപാടി എന്താണ്? അല്ലേ, ഓണത്തിന് എപ്പോഴും പ്രോഗ്രാംസ് ഉണ്ടാവും. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ മാത്രമേ വരാറുള്ളൂ. അപ്പോൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് തന്നെ, അല്ലാതെ പ്രത്യേകിച്ച് പഴയിടം നമ്പൂതിരിയെ ഇപ്പൊ യൂട്യൂബിൽ കണ്ട് അതിൽ അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ ഡിഷസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം കുക്കിംഗ് തീരെ വശമില്ലാത്ത ഒരാളായിരുന്നു. എനിക്ക് ആണെങ്കിൽ ഭക്ഷണത്തിൽ വലിയ താല്പര്യവും ഭക്ഷണം നന്നായി ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് വേണ്ടി തന്നെയാണ് കല്യാണത്തിന് ശേഷമാണ് കൂടുതൽ കുക്കിംഗ് തുടങ്ങിയതും ഉണ്ടാക്കാൻ. അപ്പൊ സദ്യ എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട ഈ കറികളും പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ പഴയടം മോഹനൻ നമ്പൂതിരിയെ യൂട്യൂബിൽ കണ്ടിട്ട് അത് ചെയ്തോണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ ഒരു ആക്ടിവിറ്റി. രണ്ടുപേരുടെ സംസാരത്തിൽ ഒരു പരസ്പര അഡ്ജസ്റ്റ്മെന്റ് ആണോ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അല്ലല്ല, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മോളുള്ളതുകൊണ്ട് മോളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞിട്ടാണ് എൻ്റെ ഈ യൂട്യൂബിൽ നോക്കി നോട്ട്സ് എഴുതിയിരിക്കുന്നത്. അപ്പോഴേക്കും രാത്രി 12 മണി 12:30 ആയിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറയും, നീ ഈ പാട്ടൊന്ന് കേട്ടോ. ഞാൻ പറയില്ല, ഞാൻ റെസിപ്പി എഴുതിയെടുക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് മൂപ്പർക്ക് അറിയാം ഞാൻ ഏതൊക്കെ റെസിപ്പി നോട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നെറ്റം കാണാൻ ഡൗൺ ആയാൽ അന്നത്തെ പാചകം പോയി. അല്ല, സദ്യക്ക് മാത്രം. സദ്യ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടുതൽ നോൺ വെജ് ആണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഈ സദ്യമായത് എല്ലാ പച്ചക്കറികളും എല്ലാ ദിവസവും നമ്മൾ ഉണ്ടാക്കണില്ലല്ലോ. പക്ഷെ ഓണത്തിന് നമുക്ക് സാമ്പാറും അവിയലും മാത്രം പോരല്ലോ, കുറേ സാധനങ്ങൾ വേണ്ടേ. പിന്നെ പറഞ്ഞ മാതിരി മുമ്പൊന്നും ഉണ്ടാക്കി എനിക്ക് വലിയ ശീലമൊന്നുമില്ല. ജനപ്രതിനിധി എന്ന നിലയിൽ കൂടുതൽ സമയവും പുറത്താണ്, ജനങ്ങൾക്കിടയിലാണ്. ഓണക്കാലത്ത് ജനങ്ങൾ ഒട്ടേറെ പ്രശ്നങ്ങൾ ജനപ്രതിനിധിയോട് പറയാറുണ്ട്. പ്രത്യേകിച്ച് ഭക്ഷണ കാര്യത്തിൽ തന്നെയാണ്. സബ്സിഡി, പിന്നെ ഓണം ഫെയറുകൾ, ഇത്തരം സംഗതികളെക്കുറിച്ച് ഒത്തിരി പരാതികളുണ്ട്. അത് തീർക്കാൻ കഴിയുന്നു എന്ന് ജനപ്രതിനിധി എന്ന നിലയിൽ ഹബിക്ക് തോന്നുന്നു. ഓണത്തിന് ഇപ്പോൾ ഈ വർഷത്തെ ഓണത്തിനാണെങ്കിൽ ഏറ്റവും കൂടുതൽ റോഡുകൾ തന്നെയാണ് കൊച്ചിക്കാരെ സംബന്ധിച്ച് ഞാനും നിങ്ങളും അനുഭവിക്കുന്ന പ്രശ്നം. ഭക്ഷണ സാധനങ്ങളെക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ അത് അവൈലബിലിറ്റി പലപ്പോഴും സാധനങ്ങളുടെ ലഭ്യത കുറവ് നമ്മൾ അറിയിക്കാറുണ്ട്. പലപ്പോഴും ട്രേഡ് ഫെയറുകൾ തുടങ്ങുമ്പോൾ സപ്ലൈകോൻ്റെ ആണെങ്കിലും കൺസ്യൂമർ ഫെഡിൻ്റെ ആണെങ്കിലും അവിടെ അവശ്യ സാധനങ്ങളില്ല. അപ്പോൾ നമ്മൾ വിളിച്ച് പറയും, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ വിളിച്ച് പറയും ആവശ്യത്തിനുള്ള സാധനം സ്റ്റോക്ക് ചെയ്യണം. അത് നിരന്തരം കേൾക്കുന്ന പരാതികളാണ്. അതല്ലാതെ ഇത്തവണത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഷോപ്പിങ്ങിനായിട്ട് ആൾക്കാർക്ക് നഗരത്തിലേക്ക് വരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ യാത്ര ചെയ്യാൻ ഒരുപാട് സമയമെടുക്കുന്നു. റോഡുകൾ ഇപ്പോൾ സഞ്ചാരയോഗ്യമാക്കേണ്ട ആവശ്യകതയുണ്ട്. മഴ ആയതുകൊണ്ട് അത് പറ്റുന്നില്ല. ഇപ്പം കാലാവസ്ഥ സാധാരണ ഓണക്കാലത്തുള്ളതിനേക്കാൾ കൂടുതൽ മഴയും റോഡുകൾ താരതമ്യം മോശപ്പെട്ട രീതിയിൽ കിടക്കുന്നതുകൊണ്ട് ആ പരാതികളാണ് ഇപ്പോൾ കൂടുതൽ ലഭിക്കുന്നത്. നഗരത്തിലേക്ക് ആളുകൾക്ക് ഓണക്കാലത്ത് കടന്നു വരാൻ പറ്റാത്തത് മെട്രോൻ്റെ കൂടി പണികൾ നടക്കുന്നതുകൊണ്ട് ആ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ഓണത്തിന് സുഹൃത്തുക്കൾ ഒരുപാട് ക്ഷണമുണ്ടായിട്ടുണ്ടാവുമല്ലോ, അത് അവിടേക്കൊക്കെ ഒന്നിച്ചു പോകാനുള്ള? ഓണത്തിന് ഒരുപാട് സുഹൃത്തുക്കളുടെ വീട്ടിൽ വിളിക്കാറുണ്ട്, ഉച്ചയ്ക്ക് സദ്യക്ക് വിളിക്കാറുണ്ട്. പക്ഷെ
ഓണത്തിന് ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ഇത് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ വളരെയധികം എനിക്ക് അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ കഴിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഓണം വീട്ടിനകത്ത് തന്നെ അല്ല, ഓണത്തിൻ്റെ അന്ന് ഒരുപാട് പരിപാടികളുണ്ട്. ഉച്ചയ്ക്ക് വന്ന് ഭക്ഷണം കഴിക്കുക, പിന്നെ ഒരുപാട് ഘോഷയാത്രകളും സാംസ്കാരിക പരിപാടികളും ഒക്കെ ഉണ്ട്, ക്ലബ്ബുകളുടെ പരിപാടികളുണ്ട്. അപ്പോൾ അതിന് പോവും. ഇത് ഉച്ചയ്ക്കുള്ള ഒരുമിച്ചിരുന്നുള്ള മോളും കഴിക്കുന്ന ആദ്യത്തെ സദ്യ ആയിരിക്കും. അപ്പോൾ അവൾക്കും ഒരു ഇല ഇത്തവണ. പുറത്തേക്കൊക്കെ ഒന്ന് ഒരു മുങ്ങലൊക്കെ മുങ്ങിയിട്ട് ഒരാഘോഷം ഇല്ല, അത് പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ പറ്റത്തില്ല. അങ്ങനൊരു യാത്ര ഞങ്ങൾ വളരെ കുറവാണ്, ഒരുമിച്ചുള്ള യാത്ര വളരെ കുറവാണ്. ഞങ്ങൾ പോയിട്ടുള്ളത് 1-2 പ്രാവശ്യം മാത്രമാണ് പോയിട്ടുള്ളത്. സദ്യയെക്കുറിച്ച് പറഞ്ഞു, വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുന്നു, നിങ്ങൾ ഒന്നിച്ച് ബ്ലാക്ക് മെയിലിംഗ് അടക്കം നടത്തുന്നു. ഓണത്തിൻ്റെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളൊന്നാണ് ഈ പൂക്കളം ഒരുക്കുക, അനുബന്ധ കളികളിൽ ഏർപ്പെടുക, ഇത്തരം സംഗതികളിൽ എന്തെങ്കിലുമൊക്കെ എൻഗേജ് ചെയ്യാറുണ്ട്? പൂക്കളം ഇപ്പോൾ ഇട്ടിട്ടും കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോളെല്ലാം നശിപ്പിക്കുന്ന, അവൾക്ക് 1.5 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ബർത്ത്ഡേ ആഘോഷം പറഞ്ഞ പോലെ തന്നെ അവൾക്ക് കുറച്ചുകൂടി ഒന്ന് അറിവാവട്ടെ. അപ്പോൾ പൂക്കളം ഇട്ടിട്ടൊക്കെ കാര്യമുള്ളൂ. അല്ലാതെയുള്ള കൃഷികൾ അതിന്റെ മത്തനും കുമ്പളൊക്കെ തന്നെയാണ്. മത്തൻ കുമ്പളൊക്കെ എന്റെ തന്നെയാണ്. ഞാൻ ഇവിടെ കാണിക്കാനുള്ളതുണ്ടോ? പിന്നെ കട്ട് ചെയ്തിട്ടില്ല, അവിടുത്തെ ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞു. ശരി, നല്ലൊരു കൃഷിക്കാരി കൂടിയാണ്. അല്ല, എനിക്ക് ഇവിടെ പ്ലോട്ട്, ഞങ്ങൾക്ക് വീടിന് ചുറ്റും അധികം സ്ഥലമൊന്നുമില്ല. അപ്പൊ പിന്നെ അപ്പുറത്ത് കിടക്കുന്ന സ്ഥലങ്ങൾ കൈയേറിയാണ് ചെയ്യണം. പാട്ടത്തിനടുത്തല്ല, അവരല്ല. ഈ ഓണത്തിന് ഒരുപാട് പരിപാടികൾ പങ്കെടുക്കാറുണ്ട്, ആളുകളോട് സംസാരിക്കാറുണ്ട്. ഹൈബി ഈ കാലത്ത് ജനങ്ങളോട് എന്താണ് ഈ ഓണത്തിന് പറയാൻ? ഓണത്തിന് പറയാൻ എന്താണ്, ഈ ഓണം എന്ന് പറയുന്നത് ഏതായാലും ലഹരിയിൽ നിന്നൊരല്പം വിമുക്തമായിക്കൊണ്ടിരിക്കുന്ന ഓണമായിരിക്കും. അടുത്ത ഓണം കുറേ കൂടി എല്ലായ്പ്പോഴും നമ്മൾ കൂട്ടായ്മകളിൽ പോകുമ്പോൾ ചില സംഘടനകളുടെ കൂട്ടായ്മകൾ ലഹരിയില്ലാത്ത ഓണം എന്ന് പറയുന്ന പോലെ വർജനം നടത്തുന്നതിൻ്റെ ഒരു പ്രധാന ഘട്ടത്തിൽ കേരളം എത്തി നിൽക്കുകയാണ്. അപ്പോൾ കുറേ കൂടി സമാധാനപരമായി, കുറേ കൂടി കുടുംബത്തോടു കൂടി, കുറേ കൂടി സന്തോഷം പങ്കുവെച്ച് ആഘോഷങ്ങൾ ആഘോഷിക്കണം. എൻ്റെ ഒരു പോളിസി അതാണ്. നല്ല ഫെസ്റ്റിവൽസ് ആഘോഷിക്കണം, കുടുംബമൊത്ത് ആഘോഷിക്കണം, സുഹൃത്തുക്കളൊത്ത് ആഘോഷിക്കണം. അതിൽ ആഘോഷങ്ങളുടെ ഇടയിൽ അപകടങ്ങൾ പറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അപ്പോഴും നമുക്ക് തന്നെ കൂടുതൽ ജോലി ഉണ്ടാവും, അവിടെ എത്തിച്ചേരണം, അവരുടെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ ആഘോഷിക്കുക വളരെ സമാധാനപരമായി, സന്തോഷത്തോടു. അടുക്കളയിൽ നല്ല പ്രിപ്പറേഷനാണ്, ഭർത്താവ് ജനങ്ങൾക്കിടയിൽ നല്ല പ്രിപ്പറേഷനാണ്. ഇതിന് വേണ്ട പ്രിപ്പറേഷൻ നൽകാറുണ്ടോ? ഉണ്ട്. നമ്മൾ ഇന്നലെ വരുന്നു പറയേണ്ടതാണ്. കാലണ്ടർ പ്രോഗ്രാംസ് ആയി സ്ഥിരമായിട്ട് എല്ലാ വർഷവും ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ഇടയിൽ സോഷ്യൽ CSR ഫണ്ട് വെച്ച് ചെയ്യുന്ന പ്രോഗ്രാംസ് ഉണ്ട്. ഇനിയും പുതിയതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് അതിൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. എനിക്ക് പറ്റുന്ന ഇൻപുട്സ് കൊടുക്കാറുണ്ട്. നമ്മളൊരു സാനിറ്ററി നാപ്കിൻ്റെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, ഒരു വെൻഡിങ് മെഷീൻ. അതിപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞു. എല്ലാ വർഷവും ഒരു മെഡിക്കൽ ക്യാമ്പും ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് അവാർഡ് കൊടുക്കുന്ന ഫംഗ്ഷനുണ്ട്. അപ്പോൾ അതുകൂടാതെ ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റണം, പുതിയൊരു ഇനീഷ്യേറ്റീവ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി ഒന്ന് അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് സംസാരിച്ചു. കാരണം സ്ത്രീകളുടെ ഒരു പെർസ്പെക്റ്റീവ് വേറെ ആയിരിക്കും. ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ് സ്ത്രീകളും. അപ്പോൾ അവർ ഇഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അതിലൊന്നായിരുന്നു ഈ സ്കൂളുകളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിങ് മെഷീനും ഇൻസിനേറ്ററും ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ്. അതിപ്പോൾ 25 സ്കൂളുകളിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞു. നല്ല റിസൾട്ടാണ് അതിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ അവർക്ക് സ്വീകാര്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അത് ഇവരോട് ചോദിച്ചാൽ തന്നെ കൂടുതൽ നമുക്കറിയാൻ പറ്റും. ഓക്കെ, രണ്ടാളും ഈ ലഹരി നിറഞ്ഞ ഓണത്തിന്, ഏതാണ്ട് ലഹരി നിറഞ്ഞ അവസാന ഓണ സമയത്ത് കുറച്ച് സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചു തരും. അടുത്ത ലഹരിരഹിത ഓണനാളുകളിലേക്ക് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി സഹകരിച്ചതിൽ വളരെ നന്ദി. താങ്ക് യു.